വെബ് ഡെവലപ്മെന്റ് സീരീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് PHP ലൂപ്പിനെ കുറിച്ചാണ്. ലൂപ്പിനകത്ത് തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം വൈൽ ലൂപ്പാണ് പഠിച്ചത്. ഇന്ന് നമ്മൾ ഫോർ ലൂപ്പിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഫോർ ലൂപ്പും സെയിം വൈൽ ലൂപ്പ് പോലെ തന്നെയാണ്. നമുക്ക് PHP പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു കാര്യം കണ്ടിന്യൂസ് ആയിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫോർ ലൂപ്പ് യൂസ് ചെയ്യുന്നത്. എന്താണ് ഫോർ ലൂപ്പ് എന്നുള്ളത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം. ഓക്കെ, നമ്മൾ ഒരു ലൂപ്പ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു. ദെൻ അത് നമ്മൾ ഇനീഷ്യലൈസ് ചെയ്യുന്നുണ്ടാവും. ഏതെങ്കിലും ഒരു വേരിയബിൾ വെച്ചിട്ട് നമ്മൾ ഇത് ഇനീഷ്യലൈസ് ചെയ്യും. ദെൻ കണ്ടീഷൻ ചെക്ക് ചെയ്യും. കണ്ടീഷൻ ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ അത് ട്രൂ ആണെന്നുണ്ടെങ്കിൽ ആ ലൂപ്പിന്റെ ബ്ലോക്കിനകത്തുള്ള കോഡ് എന്താണോ അത് എക്സിക്യൂട്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ കൗണ്ടർ അപ്ഡേറ്റ് ചെയ്യും. എന്നുള്ളത് ആദ്യം 1 ആണെങ്കിൽ ആ ലൂപ്പ് കൗണ്ടർ അപ്ഡേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അത് 1 ആകും. വീണ്ടും വന്നിട്ട് കണ്ടീഷൻ ചെക്ക് ചെയ്യും. ട്രൂ ആണെങ്കിൽ ഇതുപോലെ തന്നെ കോഡ് എക്സിക്യൂട്ട് ചെയ്ത് കൗണ്ടർ അപ്ഡേറ്റ് ചെയ്യും. അതല്ല, എപ്പോഴെങ്കിലും ആ ഒരു കണ്ടീഷൻ ഫോൾസ് ആയി കഴിഞ്ഞാൽ അവിടെ ആ ലൂപ്പ് ബ്ലോക്ക് ആവും, അല്ലെങ്കിൽ അത് അവിടെ ആ എക്സിക്യൂഷൻ സ്റ്റോപ്പ് ചെയ്യും. ഇങ്ങനെയാണ് നമ്മൾ ലൂപ്പ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് ഇതിന്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ഇതിനു മുമ്പ് നമ്മൾ വൈൽ ലൂപ്പ് ചെയ്ത സമയത്ത് 1 തൊട്ട് 5 വരെയുള്ള നമ്പർ പ്രിന്റ് ചെയ്യാനുള്ള പ്രോഗ്രാം ആണ് ചെയ്തത്. നമ്മൾ ഫോർ ലൂപ്പിനകത്തും ഇത് തന്നെയാണ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഒരു ഫോർ ലൂപ്പ് യൂസ് ചെയ്തുകൊണ്ട് 1 തൊട്ട് 5 വരെയുള്ള നമ്പർ പ്രിന്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, ഇതിനു വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫോർ എന്ന് പറയുന്ന ഒരു കീവേഡ് ആണ്. ഫോർ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ദെൻ നമ്മൾ കൗണ്ടർ ഇനീഷ്യലൈസ് ചെയ്യും. അതിന് വേണ്ടിയിട്ട് നമ്മൾ $i ഈക്വൽ ടു 1 എന്ന് കൊടുത്തു. സെമിക്കോളൻ ഇട്ട് ക്ലോസ് ചെയ്തു. ദെൻ നമ്മുടെ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. $i ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5, അതായത് 5 വരെയാണ് വർക്ക് ചെയ്യേണ്ടത്. പിന്നെ ഓരോ തവണയും ലൂപ്പ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഐയുടെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്യണം. i++ കൊടുത്തു. ദെൻ നമ്മൾ നമ്മുടെ ലൂപ്പിന്റെ ബ്ലോക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു. ഇനി നമുക്ക് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് എന്താണോ ആ ലൂപ്പിനകത്ത് വർക്ക് ചെയ്യേണ്ടത് ആ കോഡ് നമുക്ക് ഈ ഒരു കേളി ബ്രാക്കറ്റിനുള്ളിൽ നമുക്ക് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്നത്? എക്കോ $i, ഐയുടെ വാല്യൂ ആണ് നമുക്ക് പ്രിന്റ് ചെയ്യേണ്ടത്. കാരണം 1 2 3 4 5 എന്ന് പ്രിന്റ് ചെയ്യണമെങ്കിൽ ഐയുടെ വാല്യൂ ആണ് പ്രിന്റ് ചെയ്യേണ്ടത്. അവിടെ നമ്മൾ ഐ പ്രിന്റ് ചെയ്തു. ദെൻ നമ്മൾ ഓരോ ലൈനിൽ വരാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? BR എന്നുള്ള ടാഗും കൂടെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, BR എന്നുള്ള ടാഗ് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോ നമുക്ക് ഈ കോഡ് ഒന്ന് റൺ ചെയ്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ കാണാൻ പറ്റും 1 2 3 4 5 എന്നും പറഞ്ഞ് 5 വരെയുള്ള നമ്പർ നമുക്ക് എന്ത് ചെയ്യും? പ്രിന്റ് ചെയ്യും. ഇനി ഞാൻ ഇവിടെ ഈ ഈക്വൽ ടു എടുത്ത് മാറ്റി കഴിഞ്ഞാൽ 5 പ്രിന്റ് ആവത്തില്ല, 4 വരെ വരുള്ളൂ. കാരണം i ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 എന്ന് പറയുമ്പോൾ 1 തൊട്ട് 4 വരെ വരുള്ളൂ, 5 വരികയില്ല. അപ്പൊ നമ്മൾ ഈക്വൽ ടു കൊടുക്കുമ്പോഴാണ് 5ഉം കൂടെ പ്രിന്റ് ആകുന്നത്. ഓക്കെ, ഇനിയിപ്പോ നമുക്കിത് 10 വരെയാണ് പ്രിന്റ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ 5 എന്നുള്ളത് നമ്മൾ മാറ്റിയിട്ട് 10 ആക്കിയാൽ മതി. 10 ആക്കി കഴിയുമ്പോഴത്തേക്കും അത് 1 തൊട്ട് 10 വരെയുള്ള നമ്പർ പ്രിന്റ് ചെയ്യും. ഇതിപ്പം ജസ്റ്റ് ഞാനൊരു നമ്പറാണ് ഇവിടെ പ്രിന്റ് ചെയ്തിരിക്കുന്നത്. നമുക്കിപ്പോ ഇവിടെ എന്ത് വേണമെങ്കിലും നമുക്ക് പ്രിന്റ് ചെയ്യാൻ പറ്റും. ഇപ്പം ഒരു HTML ബ്ലോക്ക് ആണെങ്കിൽ ആ ഒരു ബ്ലോക്ക് നമുക്ക് പ്രിന്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഒരു 5 ഡിവ് നമുക്ക് ലൂപ്പിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ആ ഡിവിന്റെ ടാഗ് നമ്മൾ അതുപോലെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ഡിവ് 5 തവണ വർക്ക് ചെയ്യും. ഞാനിപ്പോ ഒരു എക്സാമ്പിളിന് ജസ്റ്റ് ഹലോ എന്നുള്ള ഒരു സ്ട്രിങ് അവിടെ എഴുതിയിട്ടുണ്ട്. ദെൻ അത് നമ്മൾ എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ആ ലൂപ്പ് വർക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഹലോ എന്നുള്ളത് 10 തവണ വർക്ക് ചെയ്യും. ഓക്കെ, അപ്പൊ ഇതാണ് ഒരു സിമ്പിൾ ആയിട്ട് ഫോർ ലൂപ്പിന്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് പുതിയ പ്രൊജക്ടുകൾ ചെയ്യുന്ന സമയത്ത് ഇതിന്റെ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്നതാണ്.